ഹലോ, ഇത് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വെക്കും കേട്ടോ. അമ്മയുടെ അമ്മാമ്മയ്ക്കാണ് ഫുഡ് വാരി കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ പിള്ളേർ മൂന്നാണ് കേട്ടോ. വേറൊന്നല്ല, അമ്മാമ്മയും കുഞ്ഞു പിള്ളേരെ പോലെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കുക കേട്ടോ. രാത്രിയിലെല്ലാം സെറ്റാക്കി വെച്ച് രാവിലെ എല്ലാം എളുപ്പമായിരിക്കുമല്ലോ എന്ന് കരുതി രാത്രിയിൽ എല്ലാവരും ഞങ്ങൾ വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ എല്ലാവരും എത്തി. അങ്ങനെ ശ്രീകുട്ടി അമ്മയും പിന്നെ അടുക്കള അങ്ങ് എത്തി. അടുക്കളയോട്ട് കയറി അവർ ഫുഡൊക്കെ ഇങ്ങനെ റെഡിയാക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് വന്ന് എത്തി നോക്കുന്നുണ്ട്. ഞാൻ ഇവളെയും കൊണ്ട് നടപ്പായിരുന്നു ഇടയ്ക്ക്. പിന്നെ ഇവളെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ അമ്മമാരങ്ങ് അവളെ ഏറ്റെടുത്തു കേട്ടോ. അപ്പോൾ അമ്മമാർ രണ്ടോട് അവളെ കളിപ്പിക്കുമായിരുന്നു. ഞങ്ങളപ്പോഴത്തേക്ക് എല്ലാവർക്കുള്ള സദ്യയൊക്കെ അങ്ങ് വിളമ്പാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മയും ശ്രീകുട്ടിയുടെ സദ്യയുടെ കാര്യങ്ങളെല്ലാം വിളമ്പി വെച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം വിളമ്പി എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇരിക്കുക. ഇവിടെ പിന്നെ ചേട്ടന്മാരുണ്ട്, ആദ്യമേ കയറിയിരുന്നു. ഇവിടെ ഇല കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട്. അമ്മാമ്മയും പിന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മാമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും അമ്മാമ്മയും എല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുക. അങ്ങനെ രണ്ടാമത്തെ പന്തിയിൽ ഞാനും ശ്രീകുട്ടിയും അമ്മമാരോട് ഇരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം ഇരിക്കാൻ പറ്റിയില്ല, എല്ലാവർക്കും വിളമ്പി കൊടുക്കണമല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിട്ട് കെട്ടുകാഴ്ചയുടെ സമയമായി. എല്ലാം വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും കണ്ടാൽ മതി. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്ലോട്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ടാണ് പോയത് കേട്ടോ. ശിവൻ്റെ തല മാത്രമുള്ളത് നല്ല ഐശ്വര്യമായിരുന്നു അത് കാണാൻ. ഞാൻ ശിവൻ്റെ ആരാധിക കേട്ടോ. അതുകൊണ്ട് തന്നെ കാണുമ്പോഴേ ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ. ലേശേട്ടൻ പിന്നെ നേരത്തെ ഉത്സവത്തിൻ്റെ കൂടെ പോയായിരുന്നു. ഞാനും ശ്രീകുട്ടിയൊക്കെ പിന്നെ പോകാൻ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ കെട്ടുകാഴ്ചയിലൂടെ ഞങ്ങൾ അങ്ങ് അമ്പലത്തിലെത്തി കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മുടെ എടുപ്പുതിരി എടുക്കുക. ഇവിടുത്തെ ഒരു ഇതാണേ, എടുപ്പുതിരി എടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. കുതിരെടുപ്പൊക്കെ സൂപ്പറായിരുന്നു. അമ്പലത്തിൽ എല്ലാ ഫ്ലോട്ടും നിരന്നങ്ങ് നിന്നു. എല്ലാ ഫ്ലോട്ടും ഒരേപോലെ എണീറ്റ് നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം അടിപൊളിയായിരുന്നു. ചേട്ടന്മാർക്ക് 2 ക്യാമറ കിട്ടിയപ്പോഴത്തേക്ക് അവന്മാർ സെറ്റായി. അപ്പോൾ ഓക്കെ, ബൈ.